പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വലിയ ആഞ്ഞിലിമരം കടപുഴകി വീണ് വീടിന് കേടുപാട് പറ്റി. ടി വി പുരം പഞ്ചായത്തിൽ 11-ാം വാർഡിൽ താമസിക്കുന്ന യദു നിവാസിൽ ഷാജിയുടെ വീടിന് മുകളിലേക്കാണ് സമീപവാസിയായ ദീപു എന്നയാളുടെ പറമ്പിലെ കൂറ്റൻ ആഞ്ഞിലിമരം കടപുഴകി വീണത്. അതിരാവിലെ ആയതുകൊണ്ട് പുറത്ത് ആരുമില്ലായിരുന്നുകൊണ്ട് ആളപായം ഉണ്ടായില്ല. വീടിൻ്റെ ഷെയ്ഡും ജനലും വീടിനോട് ചേർത്തുള്ള മതിലുകളും പൂർണ്ണമായി തകർന്നു. 4:15 ആയിട്ടുണ്ട്. അന്നേരം ഈ ജനലി കിടക്കുന്ന അടിക്കണ ശബ്ദം കേട്ട് ഞാൻ വന്ന് ജനലി പാളി അടച്ചേച്ചു. അപ്പുറത്ത് ഞങ്ങൾ കിടന്ന റൂമിലോട്ട് പോയതേ ഉള്ളേ. അന്നേരമാണ് ഈ ഭയങ്കര ശബ്ദത്തോടു കൂടി ഇത് വന്ന് ഇങ്ങോട്ട് മറിഞ്ഞിങ്ങോട്ട് വീണത്. അപ്പോഴത്തേനും അണ്ണനെയും വിളിച്ചുകൊണ്ട് അയ്യോട്ടിക്കൊണ്ട് എന്നാൽ പുറത്തോട്ട് ചാടി പോകാമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങൾ പുറത്തോട്ട് വന്നത്. പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ വാതിക്കൽ ഇങ്ങനെ വന്ന് മറിഞ്ഞിടണം. അപ്പോൾ ഈ പെരയുടെ സൈഡൊക്കെ പോയത് ഞങ്ങൾ പെട്ടെന്ന് വീണ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് പെരയുടെ സൈഡൊക്കെ ഇങ്ങനെ പോയി ഇരിക്കണം കണ്ടത്. അമ്മ അകത്തുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു ഇവിടെ. മക്കളിവിടെ സ്ഥലത്തില്ല. വീടിന്റെ മുമ്പിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനം ഭാഗികമായി കേടുപാട് സംഭവിച്ചു. ഷാജിയും ഭാര്യയും പ്രായമായ അമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മുൻവശത്ത് വലിയ ശബ്ദത്തോടുകൂടി മരം വീഴുന്ന ശബ്ദം കേട്ട് ഷാജിയും കുടുംബവും പുറകിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനാൽ വൻ അപകടം ഒഴിവായി. ഒരു പേടിയായിരുന്നു ഇത്ര ഇറമ്പിൽ നിന്നപ്പോഴത്തേനും. അവരവിടെ പറമ്പ് ക്ലീൻ ചെയ്തപ്പോഴത്തേനും അതിന്റെ മണ്ണുമൊക്കെ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞായിരുന്നോ? ഇല്ല പറഞ്ഞില്ല. അവരിവിടെ ഇല്ല. അവർ അമേരിക്കയിലാണ്. ഈ പറമ്പ് വാങ്ങിച്ച ആള് അമേരിക്കയിലുള്ള ആളാണ്. വല്ലപ്പോഴും വരുമ്പോൾ ചിലപ്പോൾ വരുന്ന സമയത്ത് നമ്മളിവിടെ കാണാറില്ല. വിഷൻ ന്യൂസ്, വൈക്കം.